ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഫോർഗീവ്നെസ് മെഡിറ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം എന്നത് ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നന്മകളിലൂടെയും തിന്മകളിലൂടെയും നാം എല്ലാവരും കടന്നുപോയിട്ടുണ്ടാകും. എന്നാൽ ഈ യാത്രയിലുടനീളം ഭാരങ്ങൾ പേറി മുന്നോട്ട് പോകുന്തോറും ജീവിതം പ്രയാസമേറിയതാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റ് ചെയ്തവരോട് മാപ്പ് ചോദിച്ചും നിങ്ങളോട് തെറ്റ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുവാനുമുള്ള മനസ്സ് ഉണ്ടാകുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറയുകയും നിങ്ങളുടെ ജീവിതയാത്ര സുഗമമാകുകയും ചെയ്യുന്നത്. ഇത് സന്തോഷത്തിലേക്കും ജീവിത വിജയത്തിനുള്ള ഒരു എളുപ്പ വഴിയാണ്. ശാന്തമായിരിക്കുക. കൈകൾ രണ്ടും മടിയിൽ തുറന്നു വയ്ക്കുക. കണ്ണുകൾ പതിയെ അടയ്ക്കുക. ദീർഘശ്വാസം അകത്തേക്കെടുക്കുക. അത് പതിയെ പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ആഴത്തിൽ ശ്വാസം എടുക്കുക. അത് സാവധാനത്തിൽ പുറത്തേക്ക് വിടുക. ഇനി ഒരിക്കൽ കൂടി ശ്വാസം ദീർഘമായി അകത്തേക്കെടുക്കുക. അത് പതിയെ പുറത്തേക്ക് വിടുക. റിലാക്സ്. നിങ്ങളുടെ കാൽപാദം മുതൽ തല വരെയുള്ള ഭാഗങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. സാവധാനത്തിൽ ഓരോ ഭാഗങ്ങളും അയഞ്ഞ് റിലാക്സ് ആയി വരുന്നതായി മനസ്സിൽ കാണുക. കാൽപാദം, കാൽമുട്ടുകൾ, കാൽമുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങൾ ഇപ്പോൾ റിലാക്സ് ആകുന്നതായി മനസ്സിൽ കാണുക. അരക്കെട്ട് മുതൽ നിങ്ങളുടെ ചെസ്റ്റ് വരെയുള്ള ഭാഗങ്ങൾ റിലാക്സ് ആകുന്നതായി അനുഭവിക്കുക. ഷോൾഡർ, കൈകൾ, കൈവിരലുകൾ, കഴുത്ത്, മുഖം, തലഭാഗം, ശരീരത്തിൻ്റെ പുറകുവശം ഒക്കെ റിലാക്സ് ആകുന്നതായി അനുഭവിക്കുക. നിങ്ങളുടെ ശരീരം മുഴുവനായും ഇപ്പോൾ റിലാക്സ് ആയിരിക്കുന്നു. മനസ്സും ശരീരവും പൂർണ്ണമായും റിലാക്സ് ആയിരിക്കുന്നു ഇപ്പോൾ. ഇനി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ തെറ്റു ചെയ്ത ആളുകൾ ഓരോന്നായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നു നിൽക്കുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക. എന്തെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾ കാരണം വേദനിച്ച ഓരോ വ്യക്തികളും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നു. അതിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമുണ്ട്. ഇവരിൽ പലരെയും നിങ്ങൾക്ക് പരിചയമില്ലാത്തതുമുണ്ട്. ഇതൊക്കെ ജന്മജന്മാന്തരങ്ങളായി നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചവരാണ്. അവർക്ക് എല്ലാം വളരെയധികം സങ്കടമുണ്ട്. അവർ വളരെയധികം വിഷമതകൾ അനുഭവിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരോട് ഇപ്പോൾ മാപ്പ് ചോദിക്കാവുന്നതാണ്. ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഐ എം സോറി, please forgive me, thank you, I love you, I am sorry, please forgive me, thank you, I love you, I am sorry, please forgive me, thank you, I love you, I am sorry, please forgive me, thank you, I love you. ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് തരിക. എൻ്റെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. എനിക്ക് മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരിക. നിങ്ങൾ മാപ്പ് അഭ്യർത്ഥിക്കുന്നതോടുകൂടി നിങ്ങളുടെ മുന്നിലുള്ള ഓരോ രൂപങ്ങളും മനുഷ്യരൂപങ്ങളും നിങ്ങൾക്ക് മാപ്പ് തരുന്നതായിട്ടും അവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയുന്നതായിട്ടും അവരുടെ മുഖത്ത് ശാന്തത ഉണ്ടാകുന്നതായിട്ടും ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുക. അവർ ക്രമേണ
നിങ്ങളുടെ മുന്നിൽ നിന്നും ഓരോ ആളുകളായി പിരിഞ്ഞു പോകുന്നതായി നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ കാണുക. ഇനി നിങ്ങളോട് തെറ്റ് ചെയ്തവര് ഓരോരുത്തരായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നതായി മനസ്സിൽ കാണുക. അതിലും പരിചിതമായ മുഖവും പരിചിതമല്ലാത്ത മുഖങ്ങളുമുണ്ട്. ജന്മജന്മാന്തരങ്ങളായ ജീവിത യാത്രകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിച്ച ഓരോ വ്യക്തികളുമാണ് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ഇവരെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യമുണ്ടാവാം, സങ്കടമുണ്ടാവാം, നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ടാവാം. നിങ്ങൾക്ക് കരയാൻ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ കരയുക. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരോടും പറയുക, നിങ്ങൾ ചെയ്ത തെറ്റുകൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നിൽ അഗാധമായ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ നിങ്ങളോട് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്നു. ഞാൻ നിങ്ങൾക്ക് നിരുപാധികമായി മാപ്പ് തരുകയാണ്. ഓരോ മുഖങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കുക. അവർ നിങ്ങളെ സസൂക്ഷ്മം നോക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ നിങ്ങൾക്ക് നിരുപാധികം മാപ്പ് തരുകയാണ്. ഞാൻ നിങ്ങളോട് പൊറുത്തിരിക്കുന്നു. അവരുടെ കണ്ണുകളിൽ നിങ്ങളോടുള്ള സ്നേഹം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. അവരുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്നതും നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നു. നിങ്ങൾ മാപ്പ് കൊടുക്കുന്നതിനനുസരിച്ച് അവർ ഓരോരുത്തരും നിങ്ങളുടെ മുന്നിൽ നിന്നും നടന്നകലുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. നിങ്ങൾ വേദനിപ്പിച്ച വ്യക്തികൾക്കും അതുപോലെ നിങ്ങളെ വേദനിപ്പിച്ച വ്യക്തികൾക്കും നിങ്ങൾക്ക് മാപ്പ് ചോദിക്കുവാനും മാപ്പ് കൊടുക്കുവാനും നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിങ്ങളുടെ മനസ്സിലോട്ട് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാനോ അതുപോലെ മാപ്പ് ചോദിക്കുവാനോ ഉണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചു നോക്കുക. നന്നായി ആലോചിക്കുക. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാപ്പ് കൊടുക്കേണ്ടതാണെങ്കിൽ കൊടുക്കുക. മാപ്പ് പറയേണ്ടതാണെങ്കിൽ അവരോട് മാപ്പ് പറയുക. നിങ്ങൾക്ക് ഏറ്റവും ആശ്വാസമാകുന്നതുവരെ ഈ ഒരു പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. മനസ്സ് ഏറ്റവും ശാന്തവും സ്വസ്ഥവും സമാധാനവും സന്തോഷവും ആകുമ്പോൾ, അതായത് നിങ്ങൾക്കൊരു സുഖം ഫീൽ ചെയ്യുമ്പോൾ ഈ പ്രോസസ്സ് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ഈ മെഡിറ്റേഷനിൽ നിന്നും പുറത്തു കടക്കുകയാണ്. കൈകൾ മെല്ലെ കൂട്ടിത്തിരുമി ചൂടാക്കി നിങ്ങളുടെ 2 കണ്ണുകളിലും വയ്ക്കുക. അതിനുശേഷം കണ്ണുകൾ മെല്ലെ തുറന്ന് ഒരു പുഞ്ചിരിയോടുകൂടി ഈ യൂണിവേഴ്സിനോട് നിങ്ങൾ നന്ദി പറയുക. താങ്ക് യു.